ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗം. ഈശോ ജനത്തിന് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. 2 വട്ടം ഈ അത്ഭുതം നടത്തുന്നുണ്ട്. അവിടുന്ന് 5 അപ്പം 5000 പേർക്കായി വർദ്ധിപ്പിച്ചു കൊടുത്തു. 7 അപ്പം 4000 പേർക്കായി വർദ്ധിപ്പിച്ചു കൊടുത്തു. ഈ 2 അത്ഭുതങ്ങളും ജനം ആശ്ചര്യത്തോടെയാണ് നോക്കിക്കാണുക. 5 അപ്പം 5000 പേർക്കായി വർദ്ധിപ്പിച്ചു കൊടുത്ത സംഭവത്തിന് ശേഷം ഈശോ ഗലീല തടാകത്തിൻ്റെ മറുകരയിലേക്ക് ശിഷ്യന്മാരെ പറഞ്ഞയച്ചതിന് ശേഷം വെള്ളത്തിന് മീതെ നടന്ന് കടന്നു പോകുന്ന അത്ഭുതകരമായ സംഭവം നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്നുണ്ട്. അപ്പം ഭക്ഷിച്ച് തൃപ്തരായവർ വിശന്നപ്പോൾ വീണ്ടും അപ്പത്തിനു വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാകും. ഉദരപൂരണം ശിഷ്യത്വത്തിൻ്റെ വഴിയായിട്ട് തിരഞ്ഞെടുത്തവർ, അവിടുത്തെ സദ്വാർത്ത ശ്രവിക്കുന്നത് ഭക്ഷണം ലഭിക്കാനുള്ള ഒരു മാർഗമായിട്ട് കരുതിയിരുന്ന ഒരു ജനം, അധ്വാനിക്കാതെ കഷ്ടപ്പെടാതെ ജീവിതത്തിൻ്റെ നാളുകളെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം. തടാകത്തിൻ്റെ മറുകരയിൽ അപ്പം വർദ്ധിപ്പിച്ച സ്ഥലത്ത് അവനെ കാണായികയാൽ ജനക്കൂട്ടം വള്ളത്തിലും ചിലരെങ്കിലും തടാകത്തിന് ചുറ്റും നടന്നുമൊക്കെ മറുകരയിൽ അവൻ എത്തിയ സ്ഥലത്ത് ഓടിയെത്തുന്നുണ്ട്. ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആകുലരായ അസ്വസ്ഥരായ ആ ജനത്തെ കണ്ടപ്പോൾ അവിടത്തേക്കുണ്ടായ അനുകമ്പയുടെ മുഖം വീണ്ടും കരുണാർദ്രഭാവത്തിൽ നാം കണ്ടെത്തുന്നുണ്ട്. അർദ്ധസംഖ്യക്കിടയില്ലാതെ ഒരു കാര്യം ഈശോ പറഞ്ഞു വെച്ചു. അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട് നിങ്ങൾ എന്നെ തേടി വന്നിരിക്കുന്നു. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ ദൈവപുത്രൻ തരുന്ന, മനുഷ്യപുത്രൻ തരുന്ന അനശ്വരമായ നിത്യജീവനാകുന്ന അപ്പത്തിനു വേണ്ടി നിങ്ങൾ ദാഹിക്കണം എന്ന്, നിങ്ങൾ വിശക്കണമെന്ന് ഈശോ ആ വലിയ ജനക്കൂട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, അത്ഭുത പ്രവർത്തകനായിട്ട് തമ്പുരാനെ കാണാനാണ് ഇന്നും ക്രിസ്ത്യാനികൾക്കിഷ്ടം. ധ്യാന കേന്ദ്രങ്ങളിലേക്കും ഉടമ്പടി കൂടാരങ്ങളിലേക്കും ദൈവജനം ഇന്ന് തിക്കിത്തിരക്കി എത്തുന്നുണ്ട് എങ്കിൽ, നൊവേനകൾ നടത്തുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും നമ്മുടെ ജനം വിശുദ്ധാത്മാക്കളെ കൂട്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അവർക്ക് ഒരു കാരണമുണ്ട്: നശ്വരമായ അപ്പം. ഞാനിന്ന് ദൈവസന്നിധിയിൽ ഉയർത്തുന്ന എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ പോരുന്ന ഒരു തമ്പുരാൻ, ഉത്തരം തരാൻ എന്നെ സഹായിക്കുന്ന ഒരു ധന്യവിശുദ്ധൻ, അവരുടെ അത്ഭുതങ്ങൾക്ക് വേണ്ടി, അടയാളങ്ങൾക്ക് വേണ്ടി ഇന്ന് ജനം തിക്കിത്തിരക്കും. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ നേരമില്ലാത്തവർ സമയം കണ്ടെത്തി നൊവേനയിൽ പങ്കെടുക്കാനായിട്ട് വരുന്നു. കുർബാനയിൽ പങ്കെടുക്കാൻ സമയം ലഭിക്കാത്തവൻ ഉടമ്പടി കൂടാരങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു, തിക്കിത്തിരക്കുന്നു. യേശു ആഗ്രഹിക്കുന്നത് നിത്യജീവന് വേണ്ടിയുള്ള ദാഹമാണ്, വിശപ്പാണ്. അർദ്ധസംഖ്യക്കിടയില്ലാതെ അവിടുന്ന് അത് പറഞ്ഞു വെക്കുമ്പോൾ ഇന്നും നമ്മളൊക്കെ ഈ നശ്വരമായ അപ്പത്തിൻ്റെ പിന്നാലെ പരക്കം പായുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും വചനത്തെ സ്നേഹിക്കുന്നവരും വചനത്തെ ദാഹിക്കുന്നവരുമായി മാറണം. വചനത്തിനു വേണ്ടി ആഗ്രഹിക്കുമ്പോഴാണ് അത് നിത്യജീവന് വേണ്ടിയുള്ള ആഗ്രഹമാക്കി മാറ്റുമ്പോഴാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ രക്ഷ സംജാതമാവുക.
വചനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളിയുണ്ട്. ദൈവത്തിൻ്റെ അംഗീകാര മുദ്ര എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ പതിക്കപ്പെടാൻ, അവൻ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി മാറാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യം മാത്രം: പിതാവായ ദൈവത്തിലെ അവിടുന്ന് അയച്ച പുത്രനിൽ വിശ്വസിക്കുക. വിശ്വാസത്തോടെ അവനെ ചേർത്ത് പിടിക്കുമ്പോൾ, വിശ്വാസത്തോടെ അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറുന്നു, ക്രിസ്ത്യാനിയായി മാറുന്നു. അപ്പമല്ല, നിത്യജീവനാണ് പ്രധാനപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഉപാസകരായി മാറാൻ, വചനത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നവരായി മാറാൻ നമുക്കൊരുമിച്ച് ആഗ്രഹിക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട്, നിത്യജീവന് വേണ്ടി ദാഹിച്ചുകൊണ്ട്, സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്, സ്വർഗത്തിൻ്റെ ഉടയവനായ അവനിൽ ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം. യേശു അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.